ഗുരുജി വിദ്യാമന്ദിരം ഏച്ചിക്കാനം സ്കൂൾ നവീകരണ ആദ്യ ഫണ്ട് സ്വീകരണം നടന്നു. ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഗുരുജി വിദ്യാമന്ദിരം ഏച്ചിക്കാനം സ്കൂൾ നവീകരണ ആദ്യ ഫണ്ട് സ്വീകരണവും ഓണാഘോഷവും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. 40 വർഷമായി ഭാരതീയ വിദ്യാനികേതൻ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ ഗുരുജി വിദ്യാമന്ദിരം സ്കൂൾ നവീകരണ ഫണ്ടിലേക്ക് ആദ്യ ഫണ്ട് സ്വീകരണവും ഓണാഘോഷവും നടന്നു. കാഞ്ഞങ്ങാട് ടി.വി.എസ്.പി. സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദൈനംദിനം പത്രമാധ്യമങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യർക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രയും മൂല്യശോഷണം സംഭവിച്ചത് എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. കാരണം ഒരു വ്യക്തിയുടെ രൂപാന്തരം നടക്കുന്നത് അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വ വികസനം സംഭവിക്കുന്നത് അവന്റെ കുടുംബങ്ങളിൽ നിന്നാണ്. മാനനീയ ജില്ലാ സഹസംഘചാലക് ഉണ്ണികൃഷ്ണൻ പുല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ ശിവശങ്കരനിൽ നിന്ന് വിദ്യാലയ സമിതി പ്രസിഡന്റ് യതിൻ സി, ജില്ലാ സഹസംഘചാലക് ഉണ്ണികൃഷ്ണൻ പുല്ലൂർ എന്നിവർ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ആദ്യ ഫണ്ട് സമർപ്പിച്ചവരിൽ ഡോക്ടർ ലാവണ്യ കാസർഗോഡ്, ശ്രീ ഗുരുജി സ്ഥാപക സെക്രട്ടറി പി.വി. കുമാരൻ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പി, സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രീത നെല്ലിത്തറ, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ട്രഷറർ കെ.പി. കരുണാകരൻ, രാമചന്ദ്രൻ, പുഷ്പ, പ്രവീൺ, പി. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 5ാമത് ഓപ്പൺ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 52 കിലോഗ്രാം ജൂനിയർ വെള്ളി മെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി ദർശന 2024-25 അധ്യയന വർഷത്തിൽ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ശിവന്യ, തേജസ് PV എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.